നമ്മൾ ഏതാനും വീഡിയോകളിൽ നമ്മൾ വെസ്റ്റിബുലർ മൈഗ്രെയിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്കിനി ഇങ്ങനെ ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. അതായത് ഇതിന് പറ്റുന്ന രോഗപ്രതിവിധികൾ, വരാതിരിക്കാൻ ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെ നോക്കാം. നമുക്ക് ഇയർ ബാലൻസ് കൊണ്ടുവരുന്ന തലകറക്കങ്ങൾ നമ്മൾ എക്സസൈസ് കൊണ്ടാണ് ശരിയാക്കുന്നത്. എന്നാൽ വെസ്റ്റിബുലർ മൈഗ്രെയിൻ മൂലം വരുന്നുള്ള തലകറക്കങ്ങൾ അല്ലെങ്കിൽ അത് വരുന്നുള്ള ഇംബാലൻസുകളൊക്കെ നമുക്ക് മരുന്നുകളും ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അപ്പം നമുക്ക് മരുന്നുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതായത് നമ്മുടെ ജീവിത ശൈലികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഇത് വരാതിരിക്കാൻ സഹായിക്കും. നമ്മൾ ഇതിൻ്റെ ട്രിഗേഴ്സിനെ കുറിച്ചെല്ലാം നമ്മൾ ഏതാനും വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ട്രിഗേഴ്സൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ വെയിലത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയും സൺഗ്ലാസസ് യൂസ് ചെയ്യാനായിട്ട്. ആ ലൈറ്റാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യമായ സമയത്ത് ഉറങ്ങുക, കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കുക, ഇതെല്ലാം ഒരുപക്ഷെ ഇത് വരാതിരിക്കാൻ നമ്മളെ ഒരു നല്ലൊരു പരിധി വരെ സഹായിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ആ ആർത്തവ സമയത്ത് പീരിയഡ്സിൻ്റെ ടൈമിൽ ഒത്തിരി എക്സേർട്ട് ചെയ്യാതെ നോക്കുക. ഇങ്ങനത്തെ നമുക്ക് വരാവുന്ന ട്രിഗേഴ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നല്ല ചിട്ടയായ ഒരു ജീവിതശൈലി, അത് വ്യായാമം ആയിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, എല്ലാം ഒരുപക്ഷെ ഇത് വരാതിരിക്കാൻ ഒരു അളവ് വരെ സഹായിക്കും. പിന്നെ ഇതിനു വേണ്ടി ഇത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കൃത്യമായ മരുന്നുകളും ഇതിനു വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ 1-2 ദിവസം കഴിക്കുന്നതല്ല, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതാനും മാസങ്ങളോ ചിലപ്പോൾ കുറച്ചധികം നാളോ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരാം. നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഈ മരുന്നുകളും വ്യായാമങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് വെസ്റ്റിബുലർ മൈഗ്രെയിൻ എന്നുള്ള ഒരു രോഗത്തെ തീർച്ചയായും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. താങ്ക് യു.